സർക്കാർ പദ്ധതികളിലെ കരാർ തുക അനുവദിക്കുന്നതിൽ മുൻഗണനാ രീതി അട്ടിമറിച്ച് വൻകിട കരാറുകാർക്ക് തുക അനുവദിക്കുന്നതായി ജൽജീവൻ മിഷനിലെ കരാറുകാർ. മുൻഗണനാ ക്രമം തെറ്റിച്ച് തുക അനുവദിക്കാനുള്ള കേന്ദ്ര സർക്കാർ ഉത്തരവ് കത്തിച്ചു. കോഴിക്കോട് ജല അതോറിറ്റി ഉത്തരമേഖലാ ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിൽ കരാറുകാർ പ്രതിഷേധിച്ചു. വൻ തുക കുടിശ്ശിക വരുത്തിയതിനൊപ്പം മുൻഗണനാ ക്രമം കൂടി അട്ടിമറിക്കുകയാണെന്നും ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഭാരവാഹികൾ ആരോപിച്ചു. ജൽജീവൻ മിഷന്റെ പ്രവർത്തികൾ നടത്തിയ കരാറുകാർക്ക് 4500 കോടി രൂപ കുടിശ്ശിക ലഭിക്കാനുണ്ട്. 2 വർഷത്തോളമായി പണം ലഭിക്കാത്തതിനാൽ വിവിധ പ്രവർത്തികൾ പാതി വഴിയിലാണ്. ഇതിനിടെയാണ് മുൻഗണനാ പട്ടിക മറികടന്ന് വൻകിട കരാറുകാർക്ക് പണം നൽകാൻ തീരുമാനിച്ചതെന്നും ഓൾ ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ ഭാരവാഹികൾ പറയുന്നു. 4500 കോടി കുടിശ്ശിക സംസ്ഥാനത്തെ കരാറുകാർക്ക്, വാട്ടർ അതോറിറ്റി കരാറുകാർക്ക് ജലജീവൻ മിഷനിൽ മാത്രം കൊടുത്തു തീർക്കാനുണ്ട്. അങ്ങനെ കൊടുത്തു തീർക്കാനിരിക്കെയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പേ 6ഓളം വൻകിട കരാറുകാരെ തിരഞ്ഞെടുത്തുകൊണ്ട് 288 കോടി അവർക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനമെടുത്തിരിക്കുകയാണ്. ഹൈക്കോടതിയുടെ ഉത്തരവ് മറികടന്നാണ് ഈ നീക്കമെന്നുമാണ് ആരോപണം. തുക അനുവദിക്കാൻ നിർദ്ദേശിച്ചുള്ള ഉത്തരവ് കത്തിച്ചാണ് കരാറുകാർ പ്രതിഷേധിച്ചത്. ഹൈക്കോടതി ഒരു വിധി നിലനിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഹൈക്കോടതി അടക്കം ധിക്കരിച്ചിട്ടാണല്ലോ ഇത് പോകുന്നത്. അതുകൊണ്ട് നിയമപരമായി ചോദ്യം ചെയ്യും. ഇതുപോലുള്ള ശക്തമായ പ്രതിഷേധങ്ങൾ കൂട്ടമായും ഒറ്റപ്പെട്ടവും സമരങ്ങൾ ഞങ്ങൾ സംഘടിപ്പിക്കും. ആദ്യഘട്ടമെന്ന നിലക്കാണ് വാട്ടർ അതോറിറ്റി ഉത്തരമേഖലാ ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചത്. ഉത്തരവ് പിൻവലിച്ചില്ലെങ്കിൽ കോടതിയെ സമീപിക്കാനുമാണ് ഓൾ ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ തീരുമാനം. മീഡിയ 1 കോഴിക്കോട്.